Today we have to discuss about the one of the important topic in current affairs, Nobel Prize 2025. അല്ലേ? അപ്പൊ നമ്മുടെ സിലബസ് എങ്ങനെയാണ് HSST ബോട്ടണിയുടെ 100 മാർക്കിന്റെ സിലബസ് ആണ്. അതിൽ 70 മാർക്ക് നമ്മുടെ സബ്ജക്ട് ബോട്ടണിക്കാണ്. 30 മാർക്സിൽ 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്സിനാണ്, 10 മാർക്സ് കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള, യോജനാസ് അല്ലെ, ഡിഫറെന്റ് സ്കീംസ്, ആൻഡ് ദ ഫൈനൽ 10 ആർക്കാണ് ഏത് ടോപ്പിക്കിനാണ്? കറണ്ട് അഫയേഴ്സിനാണ് അല്ലെ. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ 10 മാർക്ക് ഉണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ അല്ലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, കേരള ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ അല്ലെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അവാർഡ്സ് ഉണ്ട്, ടൂർണമെന്റ്സ് ഉണ്ട് അല്ലെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നൊബേൽ പ്രൈസ് അല്ലെ. എല്ലാ വർഷവും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ വർഷവും നൊബേൽ പ്രൈസ് ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തു ഓൾമോസ്റ്റ് ഒരു 1 month ആയി അല്ലെ. നിങ്ങൾ പഠിച്ചോ? കഴിഞ്ഞ വർഷത്തെ നമ്മൾ പഠിച്ചു അല്ലെ, ഈസി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ വർഷത്തെ വന്നത്. പഠിച്ചോ എല്ലാവരും അല്ലെ? അപ്പൊ പഠിക്കാൻ എന്താ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെ ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൊബേൽ പ്രൈസ് 2025 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ള ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നൊബേൽ പ്രൈസ് എന്താണ്? ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണാർത്ഥം 1908 തൊട്ട് എന്താണ് എല്ലാ വർഷം കുറച്ച് ഫീൽഡിൽ അല്ലെ, ഏതൊക്കെ ഫീൽഡിലാണ് നമുക്ക് പുരസ്കാരങ്ങൾ നൽകുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി ഓർ മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ് അല്ലെ. 1968 വരെ ഇത്രയും ഫീൽഡിലുള്ള ഇത്രയും സബ്ജക്ട്സിനാണ് നൊബേൽ പ്രൈസ് നൽകിയിരുന്നത്. 1968 എക്കണോമിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് 1969 തൊട്ട് എക്കണോമിക്സിനും നൊബേൽ പ്രൈസ് നൽകി വരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണ്, ഈ ഫീൽഡിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫിസിക്സിലേക്കാണ് പോകുന്നത്. ഫിസിക്സിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയെന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ആർക്കെല്ലാമാണ് 3 പേർക്കാണ് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ആരെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ജോൺ ക്ലാർക്ക്, US-ന്റെ ജോൺ ക്ലാർക്കിനാണ്. സെക്കൻഡ് മിഷേൽ എച്ച് ഡെവറൈറ്റ്. ഓക്കെ, മിഷേൽ എച്ച് ഡെവറൈറ്റ്. ഓക്കെ, ഫ്രാൻസിന്റെ മിഷേൽ എച്ച് ഡെവറൈറ്റിനാണ്. ഓക്കെ, തേർഡ് വൺ ജോൺ എം മാർട്ടിനീസ്, UK. ഓക്കെ, ഇത് പഠിക്കാൻ സുഖാണോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് ചെറിയ സ്റ്റോറി പോലെ എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഓർത്തെടുക്കാം, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ആരൊക്കെയാണ് ഫിസിക്സിന്റെ നൊബേൽ പ്രൈസ് വിന്നർ 2025 എന്ന്? ഓക്കെ, അപ്പൊ നോക്കാം എന്തിനാണ് അവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത് 2025. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിനാണ്. എന്തിനാണ്? ക്വാണ്ടം മെക്കാനിക്സ് ടണലിംഗ്. എന്തിനാണ്? മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് 2025 ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോ പോയിന്റ് നോട്ട് ചെയ്യുക. എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അല്ലെ. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിലാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഇതാണ് ഒരു ടണൽ. സാധാരണയായിട്ട് നമ്മളൊരു ഒരു സർഫസിലേക്ക് ഒരു ബോൾ എറിഞ്ഞാൽ അത് ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലെ. ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഐഡിയ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇതെന്താണ്? നമ്മൾ ഒരു വസ്തു എറിഞ്ഞാൽ അത് തിരിച്ചു വരുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് അത് പുറത്തേക്ക് പോകുന്നു. ഉള്ളിൽ കൂടെ തിരിച്ചു വരാതെ ഉള്ളിലൂടെ അത് പാസ് ചെയ്ത് പോകുന്നു. ആ ഒരു കൺസെപ്റ്റ് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ ഈ 3 പേരുടെ പേര് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ 3 സയന്റിസ്റ്റ് നമ്മള് പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ 3 സയന്റിസ്റ്റ്, ക്ലർക്ക്, മെർട്ടിനീസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഈ 3 സയന്റിസ്റ്റ്, ദവർ എന്നൊക്കെ പറഞ്ഞു. ഈ 3 സയന്റിസ്റ്റ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗില് എന്ത് ചെയ്തു? അവരുടെ
എന്താ റിസർച്ച് നടത്തി അല്ലെ. എന്നിട്ട് അവര് അത് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് അവരൊരു ടണല് എടുത്തു. ഇതാണ് ഒരു ടണൽ. ഓക്കെ, ആ ടണൽ എടുത്തിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്താൽ തിരിച്ചു വരുമോ എന്നൊക്കെ നോക്കാനായിട്ട് അവരത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. പക്ഷെ അവർക്കൊരു ഭയം വന്നു, അതിനുള്ളിലൊക്കെ പോയാൽ നമ്മൾ തിരിച്ചു വരാൻ പറ്റില്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ഈ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, എന്നാ എൻ്റെ ക്ലർക്കിനെ വിടാം. ഓക്കെ, അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണല്, ഈ ടണലിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് ഇവർക്ക് ഭയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലർക്കിനെ ഇങ്ങോട്ട് വിട്ടു, ടണലിലേക്ക് പാസ് ചെയ്യാനായിട്ട് വിട്ടു. ഓക്കെ, അപ്പൊ ഈ ക്ലർക്ക് പാസ് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ അതിന്റെ ഫേസിൽ എത്തിയപ്പോഴേ നിറയെ മോസ്കിറ്റോ, ഈ ടണലിന്റെ ഉള്ളിൽ നിറയെ മോസ്കിറ്റോസ്. ഓക്കെ, അപ്പൊ അയാൾ തിരിച്ചു വന്നിട്ട് അപ്പൊ എന്തേലും ചോദിച്ചപ്പോ മോസ്കിറ്റോസ് ആണ്. അപ്പൊ മോസ്കിറ്റോസിനെ തുരത്താനായിട്ട് നമ്മുടെ മോർട്ടീൻ ഹിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോർട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഇത് മോസ്കിറ്റോസിനെ തുരത്താനുള്ള ഒരു മോർട്ടീനും കൊടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്താണ്, ഇവര് പോയി അല്ലെ, ക്ലർക്ക് ഉള്ളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, നമുക്ക് ഒന്നുകൂടി എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരാളും കൂടി വിടാം. അപ്പൊ ഇയാള് പറഞ്ഞു, എൻ്റെ അസിസ്റ്റന്റ് ദേവനെ വിടാം. ഓക്കെ, ആരാണ്? ദേവനെ വിടാം. ഇത്രേ വേണ്ടോ, നമുക്ക് പേര് പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേര് ക്ലർക്ക്, ജോൺ ക്ലർക്ക്. നോക്കുക, ഫസ്റ്റ് പേര് ആരാണ്? ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത് US കാരനായിട്ടുള്ള ജോൺ ക്ലർക്ക് അല്ലെ. ഈ 3 സയന്റിസ്റ്റ് ഫസ്റ്റ് ആരെയാ വിട്ടത്? അദ്ദേഹത്തിന്റെ ക്ലർക്കിനെ വിട്ടു. അപ്പൊ ഫസ്റ്റ് നൊബേൽ പ്രൈസ് വിന്നർ ക്വാണ്ടം ടണലിംഗ് ആലോചിക്കുക. ടണലിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് കടത്തിവിട്ടത് ക്ലർക്കിനെയാണ്, ജോൺ ക്ലർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ സർഫസിൽ അതിന്റെ ഉള്ളിൽ നിറയെ മോസ്കിറ്റോസ് കണ്ടു. മോസ്കിറ്റോസിനെ തുരത്താനായിട്ട് മോർട്ടീൻ കൊടുത്തു വിട്ടു അല്ലെ. അപ്പൊ മോർട്ടീൻ ആരാണ്? രണ്ടാമത് നമ്മൾ മോർട്ടീൻ ആണ്. ആരാണ് മോർട്ടീൻ? ജോൺ തന്നെ, ജോൺ M മോർട്ടീൻ പകരം മാർട്ടിനിസ്. ഓക്കെ, ജോൺ M മാർട്ടിനിസ്. നമുക്ക് ഓപ്ഷൻസ് തരും, ആ പേരിൽ നിന്ന് ഫിസിക്സ് ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈ ട്രിക്കിലൂടെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരായിരുന്നു? ക്ലർക്ക് ഉണ്ട്. സെക്കൻഡ് ആരായിരുന്നു? മോർട്ടീൻ അല്ലെ, മാർട്ടിനിസ് ഉണ്ട്. ജോൺ ക്ലർക്കും ജോൺ മാർട്ടിനിസും രണ്ടുപേരെ പഠിച്ചല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മള് ജോൺ ക്ലർക്ക് പഠിച്ചു. രണ്ടാമത്തെ സയന്റിസ്റ്റ് ജോൺ M മാർട്ടിനിസ് പഠിച്ചു അല്ലെ. അപ്പൊ ക്ലർക്കിനെ വിട്ടു. ആദ്യത്തെ സയന്റിസ്റ്റിന് അവർക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ, ടണലിന്റെ ഉള്ളിൽ കൂടെ കടക്കാൻ ഭയാണ്. അപ്പൊ അവര് ക്ലർക്കിനെ വിട്ടു, അദ്ദേഹത്തിന്റെ ക്ലർക്കിനെ വിട്ടു. ക്ലർക്ക് മോസ്കിറ്റോസിനെ കണ്ടപ്പോ മോർട്ടീൻ കൊണ്ടുപോയി. അപ്പൊ സെക്കൻഡ് സയന്റിസ്റ്റ് ആരാണ്? ജോൺ M മാർട്ടിനിസ് അല്ലെ. ഇനി ഇയാളെ തിരിച്ചു കാണുന്നില്ല അല്ലെ. അപ്പൊ ഇവരുടെ എക്സ്പെരിമെന്റ് ഇവരെന്താ പറഞ്ഞത്? കടത്തി വിട്ടത് പാസ് ചെയ്ത് പൊക്കോളും, തിരിച്ചു വരില്ല എന്ന് അല്ലെ. അപ്പൊ അത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് മൂന്നാമത് സെക്കൻഡ് സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ദേവനെ വിട്ടു. ദേവർ. ഓക്കെ, അപ്പൊ ആ പേരൊന്ന് നോക്കാം. എന്താണ് പേരാണ് മിഷേൽ H ദേവറൈറ്റ്. അപ്പൊ 3 സയന്റിസ്റ്റിന്റെ പേര് തന്നു അല്ലെ. ഏതൊക്കെയാണ് 3 സയന്റിസ്റ്റ്? ഫിസിക്സിന്റെ നോബൽ പ്രൈസ് വിന്നേഴ്സ് 2025 ആരാണ്? 3 സയന്റിസ്റ്റിന്റെ പേര് തന്നു. ആ പേരിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് 3 പേരെ ഐഡന്റിഫൈ ചെയ്തെടുക്കാം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാം? എങ്ങനെയാണ്? അതായത് ക്ലർക്ക് എന്ന് കണ്ടാൽ അല്ലെ, ക്ലർക്ക് എന്ന് കണ്ടാൽ പിന്നെന്താ? മാർട്ടിനിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർട്ടീൻ അല്ലെ. മൂന്നാമത് ആരാണ്? ദേവർ അല്ലെ. ദേവറുടെ ഫുൾ നെയിം എന്താ? മിഷേൽ H ദേവറൈറ്റ്. അപ്പോ ഈ 3 പേരുകളിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് ഫിസിക്സിന്റെ 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? ക്വാണ്ടം, ഒരു ടണല് മനസ്സിലേക്ക് വരാം. ആ ക്വാണ്ടം ടണലിങ്ങിനാണ് അവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ആ ടണലിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോയൊന്നും തിരിച്ചു വരില്ല. ഇപ്പൊ ഈ 3 സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ചു. അപ്പൊ അത് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് പോവാൻ ഭയമാണ് അല്ലെ, ടണലിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ അവര് ഫസ്റ്റ് സയന്റിസ്റ്റ് പറഞ്ഞു, എന്റെ ക്ലർക്കിനെ വിടാം അല്ലെ. അപ്പൊ ഫസ്റ്റ് സയന്റിസ്റ്റ് ആരാണ്? ജോൺ ക്ലർക്ക്. ഓക്കെ, അപ്പൊ അദ്ദേഹം ടണലിന്റെ സർഫസ്, ക്ലർക്ക് ടണലിന്റെ ഫേസിൽ എത്തിയപ്പോ നിറയെ മോസ്കിറ്റോസ്. അപ്പൊ തിരിച്ചു വന്നു, ഒരു മോസ്കിറ്റോനെ തുരത്താനായിട്ട് റിപ്പലന്റ് ആയിട്ട് കൊടുത്തു? മോർട്ടീൻ കൊടുത്തു. അപ്പൊ സെക്കൻഡ് സയന്റിസ്റ്റ് ജോൺ M മോർട്ടീൻ അല്ല, മാർട്ടിനീസ്. ഓക്കെ, ഇനി ഇവര്
ക്ലർക്ക് തിരിച്ചു വന്നില്ല. അപ്പൊ ഒന്നുകൂടെ ഇത് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സെക്കൻഡ് സയന്റിസ്റ്റ് പറഞ്ഞു, എന്റെ അസിസ്റ്റന്റ് ദേവനെ വിടാം, ഡെവറിറ്റ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സയന്റിസ്റ്റ് ആരാണ്? മിഷേൽ എച്ച് ഡെവറേറ്റ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് അവരുടെ കൺട്രി, നേറ്റീവ് കൺട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഏതൊക്കെയാണ് സയന്റിസ്റ്റ് എന്നാണ് ചോദിക്കാറുള്ളത് അല്ലെ. അപ്പൊ ആരൊക്കെയാണ് സയന്റിസ്റ്റ്? ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനീസ് ആൻഡ് മിഷേൽ എച്ച് ഡെവറിറ്റ്. ഓക്കെ, ഫിസിക്സിന്റെ 2025 ക്വാണ്ടം ടണലിംഗ്, മാക്രോസ്കോപ്പിക് ടണലിംഗില് ആണ് 2025 ഫിസിക്സ് എന്താ നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ആർക്കെല്ലാമാണ് ലഭിച്ചിരിക്കുന്നത്? ആർക്കെല്ലാമാണ്? ആ ടണൽ ഓർക്ക, ടണലിലേക്ക് ഫസ്റ്റ് കടത്തി വിട്ടത് ക്ലർക്ക്, മോസ്കിറ്റോസ് കണ്ടു, മോർട്ടിൻ കൊണ്ടുപോയി മാർട്ടിനീസ്, ആൻഡ് സെക്കൻഡ് ആയിട്ട് ഒന്നുകൂടെ പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് ദേവനെ വിട്ടു അല്ലെ, ഡെവറിറ്റ്. ഓക്കെ, അപ്പൊ 3 പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഈ ഒരു ടണൽ മനസ്സിലേക്ക് കൊണ്ടുവരാ, ക്ലർക്ക് വന്നു, മോസ്കിറ്റോസിനെ കണ്ടപ്പോ മോർട്ടിൻ കൊണ്ടുപോയി, സെക്കൻഡ് ഒരു അസിസ്റ്റന്റിനെ വിട്ടു, അസിസ്റ്റന്റ് ദേവൻ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഫിസിക്സിലെ ക്വാണ്ടം ടണലിംഗിന്, മാക്രോസ്കോപ്പിക് ടണലിംഗിന് 2025 ഫിസിക്സ് നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരെല്ലാമാണ്? ജോൺ ക്ലർക്ക് അല്ലെ, സെക്കൻഡ് മോർട്ടിൻ, ജോൺ മാർട്ടിനീസ്, തേർഡ് ദേവർ, മിഷേൽ എച്ച് ഡെവറേറ്റ്. ഈ പേരുകൾ കണ്ടാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താണ് ഫിസിക്സ് നൊബേൽ പ്രൈസ് വിന്നർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. മറക്കില്ലല്ലോ, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പിക്ചോഗ്രാഫ് എന്ന് പറയും അല്ലെ. നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അല്ലെ, ടീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് BEd. അപ്പൊ ഈ ഒരു ഫിഗർ, ആ ടണൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ടണല് അതിന്റെ ഉള്ളിലേക്ക് പോയൊരു തിരിച്ചു വരില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അത് പ്രൂവ് ചെയ്യിപ്പിക്കാൻ ക്ലർക്കിനെ വിട്ടു, മോർട്ടിൻ കൊണ്ടുപോയി, സെക്കൻഡ് ദേവനെ വിട്ടു. ഓക്കെ, ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനീസ്, മിഷേൽ എച്ച് ഡെവറൈറ്റ്, ഫിസിക്സ് നൊബേൽ പ്രൈസ് വിന്നേഴ്സ് 2025. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് സബ്ജക്റ്റിലേക്ക് പോകാം അല്ലെ. സെക്കൻഡ് ഫീൽഡ് ഏതൊക്കെ ഫീൽഡിലാണ് നൊബേൽ പ്രൈസ്? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി ആൻഡ് മെഡിസിൻ, പിന്നെ ലിറ്ററേച്ചർ, പീസ്, ലാസ്റ്റ് എക്കണോമിക്സ്. ഈ ഓർഡറിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്സ് ക്ലിയർ ആയി. ഇനി ഫിസിക്സിന്റെ സയന്റിസ്റ്റും കെമിസ്ട്രിയുടെ സയന്റിസ്റ്റും ഒന്നും മാറിപ്പോകാൻ പാടില്ല. നമ്മളുടെ മനസ്സിലേക്ക് ടണൽ വന്നാല് ടണലിലേക്ക് ക്ലർക്കിനെ വിട്ടു, മോർട്ടിൻ കൊണ്ടുപോയി, സെക്കൻഡ് ദേവനെ വിട്ടു. ഓക്കെ, അപ്പൊ ഫിസിക്സിന്റെ സയന്റിസ്റ്റും എന്താണ് അങ്ങോട്ടും കെമിസ്ട്രി ആയിട്ടോ ഒന്നും മാറാൻ പാടില്ല. ആ ടണൽ മനസ്സിലേക്ക് വന്നാൽ മതി. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമ്മള് സെക്കൻഡ് ഫീൽഡിലേക്ക് പോവാണ്. കെമിസ്ട്രി 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ഇതുപോലെ തന്നെ 3 സയന്റിസ്റ്റ് ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണെന്ന് നോക്കാം. കെമിസ്ട്രിയുടെ ജസ്റ്റ് പേര് പഠിക്കാം. ബെസ്റ്റ് പേരൊന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, നോക്കാം. റിച്ചാർഡ് റോബ്സൺ ഓഫ് UK, റിച്ചാർഡ് റോബ്സൺ ഓഫ് UK. ഓക്കെ, പഠിച്ചോ? സെക്കൻഡ് സുസുമു കിതാഗവ, പേര് കേട്ടാൽ അറിയാം ജപ്പാനാണ് അല്ലെ. ജപ്പാൻകാരനായിട്ടുള്ള സുസുമു കിതാഗവ ആൻഡ് ഒമർ യാഗി ഓഫ് USA. പഠിച്ചോ? കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ കേൾക്കുമ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചെടുക്കണം അല്ലെ. ഇപ്പൊ ഒരു പ്രാവശ്യം പഠിച്ചു കിട്ടി, പിന്നീട് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് കെമിസ്ട്രിയുടെ വിന്നേഴ്സ്? ആരൊക്കെയാണ്? റിച്ചാർഡ് റോബ്സൺ ഓഫ് UK, സുസുമു കിതാഗവ ഓഫ് ജപ്പാൻ ആൻഡ് ഒമർ യാഗി ഓഫ് USA. ഓക്കെ, ആ പേര് നമുക്ക് നമ്മുടെ പിക്ചറിലൂടെ പഠിക്കാം. ഓക്കെ, ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് 2025 കെമിസ്ട്രിയിൽ കിട്ടിയത്? ഓക്കെ, എന്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഈ വേർഡ് മറക്കരുത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ ഡിസ്കവറിക്കാണ്. ഓക്കെ, ദിസ് ഓർഗാനിക് ഫ്രെയിംവർക്ക് ട്രാപ്പ് ഗ്യാസസ് ലൈക്ക് carbon dioxide. This metallic frame have the ability to trap the gases like carbon dioxide, which advances in clean energy. Energy ne clean cheyan, water purification and gas storage. Okay. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? They got Nobel Prize for the discovery of metal organic framework. Okay, which trap, ഏതാണ് ട്രാപ്പ് ചെയ്യുക?
gases like carbon dioxide and which is useful for എന്താണ് പ്യൂരിഫിക്കേഷൻ അല്ലെ, ക്ലീൻ എനർജി, വാട്ടർ പ്യൂരിഫിക്കേഷൻ എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? കെമിസ്ട്രിയില് മെറ്റൽ ആണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മെറ്റൽസ്, മെറ്റലോയിഡ്, നോൺ മെറ്റൽസിന്, എലമെന്റ്സ്, ആറ്റംസ്, കോമ്പൗണ്ട്, ഇതിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് അല്ലെ. അപ്പോ കെമിസ്ട്രിയിലെ ഡിസ്കവറി എന്താണ്? മെറ്റൽ ഫ്രെയിം വർക്ക്സ് ആണ്. അവരൊരു മെറ്റൽ ഫ്രെയിം വർക്ക്സ് കണ്ടുപിടിച്ചു. വിച്ച് ഹാവ് ദ എബിലിറ്റി ടു, ഈ മെറ്റൽ ഫ്രെയിം വർക്ക്സ് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ്. ആരെ മാത്രം ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ മെറ്റൽ ഫ്രെയിം വർക്ക്സിന്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് മനസ്സിലാക്കി കൊണ്ടുവരാം. ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ടണൽ. ഒരു ടണൽ കണ്ടുപിടിച്ചു. ആ ടണലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന സബ്സ്റ്റൻസസ് തിരിച്ചു വരില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകും. അത് പ്രൂവ് ചെയ്യിപ്പിക്കാനാണ് ക്ലർക്കിനെയും അസിസ്റ്റന്റിനെയും ഒക്കെ വിട്ട് അവർ തിരിച്ചു വന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ കെമിസ്ട്രി മെറ്റൽ ആണ്. എന്താണ് കണ്ടുപിടിച്ചത്? മെറ്റൽ ഫ്രെയിം വർക്ക് അല്ലെ, വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും മനസ്സിലേക്ക് കൊണ്ടുവരണം. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മെറ്റൽ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ ടണൽ, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മെറ്റൽ ഫ്രെയിം വർക്ക്. അപ്പൊ ആ മെറ്റൽ ഫ്രെയിം വർക്കിന്റെ ടണൽ വന്നാൽ നമുക്ക് എല്ലാവരും പഠിക്കാം. അതുപോലെ മെറ്റൽ ഫ്രെയിം വർക്കിന്റെ ഒരു പിക്ചർ കൊണ്ടുവരാം. ആ പിക്ചർ വന്നാല് നമുക്ക് എന്താ സയന്റിസ്റ്റിന്റെ പേര് പഠിക്കാം. ഓക്കെ, നോക്കാം. ഇതാണ് പിക്ചർ. എന്താണ് കണ്ടുപിടിച്ചത്? 3 സയന്റിസ്റ്റ്, റിച്ചാർഡ് റോബ്സൺ, സുസുമോ കിതാഗവ അല്ലെ, ഇനി ഒരു സയന്റിസ്റ്റും കൂടി ഉണ്ട്. അവര് 3 പേരും കൂടി എന്ത് കണ്ടുപിടിച്ചു? മെറ്റൽ ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചു. ഇതൊരു എന്താ, ഈ മെറ്റൽ ഫ്രെയിം വർക്ക് ഗോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാറ്റിനം കൊണ്ടോ ഒക്കെ ഉള്ളതാ. ഈ മെറ്റൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ഒരു എന്താ, ഒരു നല്ല റിച്ച് ആയിട്ടുള്ള മാന് മാത്രമാണ് ഇതുപോലുള്ള വലിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ റിച്ച് സൺ ആലോചിക്കുക. ഈ മെറ്റൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ആർക്കാണ്? ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മകന് അല്ലെ. ഇയാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. ഇയാളാണ് മെറ്റൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത്. അപ്പൊ കെമിസ്ട്രി വന്നു, മെറ്റൽ ഫ്രെയിം വർക്ക് വന്നു. ആ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത് ആരാണ്? റിച്ച് ആയിട്ടുള്ള ഒരു സണ്ണാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇയാൾ ഉണ്ടാക്കിയ മെറ്റൽ ഫ്രെയിമിലേക്ക് സാധനങ്ങൾ വെക്കാൻ പോവാണ്. പലരും വെക്കാനായിട്ട് വന്നു. ഓക്കെ, ഫസ്റ്റ് വന്നത് ഒരു സുമോ കുസ്തിക്കാരനായിട്ടുള്ള ആൾ ഒരു പുസ്തകം കൊണ്ടാണ് വന്നത്. എന്നിട്ട് അയാള് വെക്കാൻ നോക്കി, ആൾക്ക് വെക്കാൻ പറ്റിയില്ല, അയാള് പരാജയപ്പെട്ടു. സെക്കൻഡ് വന്നത് ഒരു സന്യാസിയാണ്, ഒരു യാഗിയാണ്. ഓക്കെ, അദ്ദേഹം വന്നത് കയ്യിൽ ഒരു ഓമിന്റെ സിമ്പലും പിന്നെന്താ വെണ്ണ അല്ലെ ഗീയും കൊണ്ടാ വന്നത്. ആൾ അവിടെ വന്നിട്ട് വെക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ വെക്കാൻ നോക്കുമ്പോഴേക്കും സമയം പോയി, വെക്കാൻ പറ്റിയില്ല. ഓക്കെ, മൂന്നാമത് ഒരു സയന്റിസ്റ്റ് വന്നു. അദ്ദേഹം കൊണ്ടുവച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റി. എല്ലാ ഫ്രെയിം വർക്കിന്റെയും ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്കവറി. മെറ്റൽ ഫ്രെയിം വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ 3 സയന്റിസ്റ്റ് ആണ്. ഫസ്റ്റത്തെ സയന്റിസ്റ്റ് ആരാണ്? റിച്ച് സണ്ണാണ്. അദ്ദേഹമാണ് മെറ്റൽ ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചത് അല്ലെ. കെമിസ്ട്രിയുടെ ഡിസ്കവറി എന്താണ്? മെറ്റൽ ഫ്രെയിം വർക്ക് ആണ്. ആരാണ് ഇത് കണ്ടുപിടിച്ചത്? റിച്ച് സണ്ണാണ്. അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് റോബ്സൺ. അപ്പൊ റിച്ച് സണ്ണിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സയന്റിസ്റ്റിനെ പഠിച്ചു. റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഗോൾഡ് കൊണ്ടൊക്കെയുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ റിച്ച് സണ്ണിനെ നമ്മൾ ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ പേരിലേക്ക് കൺവേർട്ട് ചെയ്തു, റിച്ചാർഡ് റോബ്സൺ. ഫസ്റ്റ് സയന്റിസ്റ്റ് ഈസ് റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, ഇനി സെക്കൻഡ് സയന്റിസ്റ്റ് ആരാ? സെക്കൻഡ് സയന്റിസ്റ്റ് ഒരു സുമോ ഗുസ്തിക്കാരന്റെ പോലുള്ള ഒരാളാണ് അല്ലെ. ഈ പിക്ചർ കൊണ്ടുവരാ, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ. ഫ്രെയിം വർക്കിലേക്ക് വെക്കാനായിട്ട് ഒരു സുമോ ഗുസ്തിക്കാരനെ പോലുള്ള ഒരാളാണ്, ഒരു സയന്റിസ്റ്റ് തന്നെയാണ് പോകുന്നത്. അദ്ദേഹം വെക്കാൻ പോകുന്നത് ഒരു പുസ്തകമാണ് ഈ ഫ്രെയിം വർക്കിലേക്ക്. ഓക്കെ, അപ്പോ സെക്കൻഡ് സയന്റിസ്റ്റ് ആരാണ്? സുമോ അല്ലെ, ഈ പേരിൽ തുടങ്ങുന്നു. ആരാണ് സെക്കൻഡ് സയന്റിസ്റ്റ്? സുസുമു. സുമു അല്ലെ, സുസുമു. എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? പുസ്തകം. പുസ്തകത്തിന് നമ്മൾ കിതാബ് എന്ന് പറയും ഹിന്ദിയിൽ അല്ലെ, നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്. അപ്പോ സുസുമു കിതാഗവ ഓഫ് ജപ്പാൻ. സെക്കൻഡ് സയന്റിസ്റ്റ് ആരാ? ഈ ഫിഗർ മനസ്സിലായിട്ട് വരണം. സുസുമോ കിതാഗവ ഒരു പുസ്തകം കൊണ്ടിട്ട് ഫ്രെയിം വർക്കിലേക്ക് വെക്കാൻ പോയി. പക്ഷെ അദ്ദേഹത്തിന് വെക്കാൻ പറ്റില്ല, ഫെയില്. ഓക്കെ, ഇനി മൂന്നാമത്തെ സയന്റിസ്റ്റിലേക്ക് വരുന്നു. ഒരു യാഗി, ഒരു യോഗി, ഒരു സന്യാസി അല്ലെ. അപ്പൊ ആരാണ്? ഒരു സന്യാസിയാണ് വരുന്നത്, ഒരു യാഗി, ഒരു യോഗിയാണ് വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഓം. അപ്പൊ എന്താണ് പേര്? ഉമർ അല്ലെ. ഓമിൽ തുടങ്ങുന്ന പേര് ഉമർ.
യാഗി, യോഗി അല്ലെ, അല്ലെങ്കിൽ കയ്യിലെ ഗി ഓർക്കുക. അപ്പൊ എന്താണ് മൂന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേര്? ഉമർ യാഗി. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ. കെമിസ്ട്രിയുടെ നൊബേൽ പ്രൈസ് മെറ്റൽ ഫ്രെയിംവർക്കിന്റെ ഡിസ്കവറിക്കാണ്. which had the ability to trap carbon dioxide ആണ്. ഓക്കെ, 3 സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. മെറ്റൽ ഫ്രെയിംവർക്ക് കണ്ടുപിടിച്ചത് ഒരു റിച്ച് ആയിട്ടുള്ള സൺ ആയിരുന്നു അല്ലെ. ഫസ്റ്റ് പേര് റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, ഈ ഫ്രെയിംവർക്കിലേക്ക് ബുക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ഒരു സുമോ ഗുസ്തിക്കാരന്റെ പോലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് വന്നത്, സുസുമു കിതാഗവ. സെക്കൻഡ് സയന്റിസ്റ്റ് സുസുമു കിതാഗവ. ഇനി ഒരു സാധു, ഒരു സന്യാസിയാണ് വന്നത്. എന്ത് വെക്കാനായിട്ട്? ഈ ഫ്രെയിംവർക്കില് എന്താ? ഓം എന്നുള്ള ഈ സിംബലും വെക്കണം, കയ്യിലുള്ള ഗീയും വെക്കണം അല്ലെ. അപ്പോ ഉമർ യാഗി. ഉമർ യാഗിയാണ് മൂന്നാമത്തെ സയന്റിസ്റ്റ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആരൊക്കെയാണ് കെമിസ്ട്രി 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മുടെ മനസ്സിലേക്ക് മെറ്റൽ ഫ്രെയിംവർക്ക് വരുന്നു. ഓക്കെ, മെറ്റൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാകാൻ ഒരു റിച്ച് മാനെ പറ്റുള്ളൂ, റിച്ച് സണ്ണിനെ പറ്റുള്ളൂ, റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, ആ ഫ്രെയിംവർക്കിലേക്ക് ബുക്ക് വെക്കാനായിട്ട്, കിതാബ് വെക്കാനായിട്ട് ഒരു സുമോ ഗുസ്തിക്കാരന്റെ പോലുള്ള ഒരു സയന്റിസ്റ്റ് വരുന്നു. പേര് സുസുമു കിതാഗവ. അയാള് ഫെയിലിയർ ആയി. അയാൾക്ക് അവിടെ ബുക്ക് വെക്കാൻ പറ്റിയില്ല. വിച്ച് ഡസ് നോട്ട് ട്രാപ്പ് അല്ലെ, ദിസ് മെറ്റൽ ഫ്രെയിംവർക്ക് ഡസ് നോട്ട് ട്രാപ്പ് ദ ബുക്ക്. ബുക്കിനെ ട്രാപ്പ് ചെയ്യാനുള്ള കഴിവില്ല ഈ മെറ്റൽ ഫ്രെയിംവർക്കിന്. അയാൾ ഫെയിലിയർ ആയി. അപ്പൊ ആര് വരും? വീണ്ടും ഒരാൾ വന്നു. ഒരു സന്യാസിയാണ്. ഓമും ഗീയും കൊണ്ടിട്ടാണ് വരുന്നത്, ഉമർ യാഗി. അദ്ദേഹം ഫെയിലായി. മൂന്നാമത് ഒരു സയന്റിസ്റ്റ് വരും. ആ സയന്റിസ്റ്റിനെ നമ്മളിവിടെ കാണിക്കുന്നില്ല, എന്തുകൊണ്ടാണ്? നമുക്ക് പഠിക്കേണ്ട. പക്ഷെ അദ്ദേഹം സക്സസ് ആവും. എന്തില്? അദ്ദേഹം വെക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. ദിസ് മെറ്റൽ ഫ്രെയിംവർക്ക് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ എല്ലാ ബ്ലോക്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഫിൽ ആവും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പഠിക്കാം? അടുത്ത സബ്ജക്റ്റ് ആണ് ഫിസിക്സിന്റെ നൊബേൽ പ്രൈസ് 2025 പഠിച്ചു. ആരൊക്കെയായിരുന്നു? ക്ലർക്ക്, ജോൺ ക്ലർക്ക് അല്ലെ. പിന്നെ മോസ്കിറ്റോനെ തുരത്താൻ മോർട്ടിൻ, ജോൺ എം മോർട്ടിനീസ്. പിന്നെ ദേവർ അല്ലെ, മിഷേൽ എച്ച് ഡെവറൈറ്റ്. കെമിസ്ട്രിയുടെ നൊബേൽ പ്രൈസ് വിന്നർ ഫോർ ദ ഡിസ്കവറി ഓഫ് മെറ്റൽ ഫ്രെയിംവർക്ക് വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ റിച്ചാർഡ് റോബ്സൺ. സെക്കൻഡ് സുസുമു കിതാഗവ, സുമോ ഗുസ്തിക്കാരനായിട്ടുള്ള സയന്റിസ്റ്റ്. തേർഡ് ഉമർ യാഗി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. നമ്മൾ കുറെ സയന്റിസ്റ്റിന്റെ പേര് പഠിക്കും, ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ മിക്സപ്പ് ചെയ്തിട്ട് ഓപ്ഷൻസ് തരും. ഫിസിക്സിന്റെ ആൾക്കാരും കെമിസ്ട്രിയുടെ ആൾക്കാരും മിക്സപ്പ് ചെയ്ത് ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ കുറേ സമയം പോവും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇത്രയും അറിഞ്ഞിരിക്കുക. ഫിസിക്സ് ടണൽ. ഓക്കെ, സെക്കൻഡ് കെമിസ്ട്രി മെറ്റൽ ആണ്, മെറ്റൽ ഫ്രെയിംവർക്ക്. ഈ 2 ഫിഗർ മനസ്സിലോട്ട് വന്നാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒപ്പമുള്ള സയന്റിസ്റ്റുകളും കൂടെ വരും. ഓക്കെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഈസ് ഓവർ. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിസിയോളജി ഓർ മെഡിസിൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വീണ്ടും ഒരു 3 സയന്റിസ്റ്റ് ആണ് വരുന്നത്. ഇതേപോലെ തന്നെയുള്ള പേരുകളാണ് ഫിസിക്സ് ആയിട്ടും കെമിസ്ട്രി ആയിട്ടും. നമുക്ക് എന്താ കൺഫ്യൂഷൻസ് വരാവുന്ന അതേപോലെയുള്ള സയന്റിസ്റ്റുകളുടെ പേര് തന്നെയാണ്. ഓക്കെ, ആർക്കെല്ലാമാണ് മെഡിസിന് നൊബേൽ പ്രൈസ് 2025 ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, മേരി ഇ ബ്രൺകൗ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാക്കുജി. പറ്റുമോ പഠിക്കാൻ? പാടുണ്ട് അല്ലേ? നമുക്ക് ഫിഗറിലൂടെ പഠിക്കാം. ഓക്കെ, ഇതൊക്കെ എന്ത് കണ്ടുപിടുത്തത്തിനാണ്? ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്കവറിയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, നമ്മുടെ പ്രതിരോധ സംവിധാനം. ഹ്യൂമൻ ബീയിങ്സിൽ പ്രതിരോധ സംവിധാനം ഉണ്ട്. നമുക്കൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. റെഗുലേറ്ററി T സെൽസ് ആക്ട് ലൈക്ക് പീസ് കീപ്പേഴ്സ് പ്രിവെന്റിംഗ് ഇമ്മ്യൂൺ സിസ്റ്റം ഫ്രം അറ്റാക്കിംഗ് ഇറ്റ്സ് ഓൺ ബോഡി. അതായത് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള ആളുകളെ തന്നെ നമ്മളെ നശിപ്പിക്കുന്നു അല്ലെ. നമ്മുടെ സെല്ലുകൾ തന്നെ, അതായത് നമ്മുടെ ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡീസ് നമ്മളെ തന്നെ നശിപ്പിച്ചിട്ട് നമ്മളെ ബോഡീനെ നശിപ്പിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അതിന് T സെൽസിന്റെ ആക്ഷൻസ് പ്രൂവ് ചെയ്യിപ്പിക്കുന്ന എക്സ്പെരിമെന്റിനാണ് മെഡിസിൻ ഓർ ഫിസിയോളജിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ള പേര് മറക്കരുത്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് മനസ്സിലോട്ട് വരണം. ഓക്കെ, ഇനി ഫിഗറിലോട്ട് പോകാം.
ഓക്കെ, 2019 തുടങ്ങി 2020, 2022 തേർഡ് വരെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ COVID-19 അല്ലെ. COVID-19 നമ്മുടെ വേൾഡ് മുഴുവൻ എല്ലാവരെയും ബാധിച്ച ഒരു അസുഖമാണ്. അതിന്റെ ഫലമായിട്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. COVID-19 ഫലമായിട്ട് അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം മോശമായിട്ട് തീരെ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ എത്തി. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാള് എന്താണ് തപസ് അനുഷ്ഠിച്ച് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ തിരിച്ചു കിട്ടാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ച് ഒരു തപസ് തുടങ്ങി. ഓക്കെ, കഠിനമായ തപസ്. ഈ തപസ് കണ്ട് ഫസ്റ്റ് നമ്മുടെ ദേവൻ ഇന്ദ്രൻ ഒരു ബ്രൗൺ കൗവിന്റെ രൂപത്തിൽ വന്നു. ഓക്കെ, ഫസ്റ്റ് സയന്റിസ്റ്റ് ആണ് കേട്ടോ ബ്രൗൺ കൗ. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിന് വരം കൊടുത്തപ്പോൾ എന്നിട്ട് ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തി എന്നുള്ള ഒരു വരം കൊടുത്തു. ആൾ ഉഷാറായി. ഓക്കെ, പക്ഷേ ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ മെച്ചപ്പെട്ടു, ആരോഗ്യം കിട്ടി. ആളതിൽ കുറച്ചുകൂടി ഒരു ദുരാഗ്രഹം വന്നു അല്ലെ. അപ്പൊ ഒന്നുകൂടെ തപസ് അനുഷ്ഠിക്കാം, വീണ്ടും വരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഇത് കണ്ട് സംപ്രീതനായിട്ട് നമ്മുടെ രണ്ടാമത്തെ സയന്റിസ്റ്റ് ലോർഡ് രാമൻ. ഇത് വെറും നമുക്ക് ഒന്നുമായിട്ട് ബന്ധമില്ല, നമ്മൾക്ക് നമ്മുടെ സയന്റിസ്റ്റിന് പഠിക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. ഓക്കെ, രാമഭഗവാൻ വന്നിട്ട് അദ്ദേഹത്തിന് ഇമ്മ്യൂൺ സിസ്റ്റം, ഏറ്റവും നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം നിനക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് നീയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആള്, പഠിച്ച് നിന്റെ ഡീറ്റെയിൽസ് ഈ ഡെൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കൂ. അപ്പോ രാമഭഗവാൻ ഒരു നല്ല ഇമ്മ്യൂണിറ്റിയും കൊടുത്തു, ഒരു ഡെൽ കമ്പ്യൂട്ടറും കൊടുത്തു അല്ലെ. അപ്പൊ രാമഭഗവാൻ കയ്യിൽ ഡെൽ, ഈ ഫിഗർ ആണ് മനസ്സിലോട്ട് വരുന്നത്, വേറെ ഒന്നും മനസ്സിലോട്ട് വരണ്ട, ഈ ഫിഗർ. ഓക്കെ, ഇയാള് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്, അഹങ്കാരവും കൂടി അല്ലെ. നമ്മള് രാക്ഷസന്മാര് കണ്ടിട്ടുണ്ട്, അസുരന്മാര് വരം കൊടുക്കുമ്പോ ആർത്തിമൂത്തല്ല അഹങ്കാരം കൂടും അല്ലെ. അതുപോലെ തന്നെ ഇയാൾക്ക് അഹങ്കാരം കൂടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, ഞാനാണ് ഏറ്റവും നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആള്, എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഈ തപസ് ചെയ്യുന്ന ചുറ്റും വേറെ സാധു സന്യാസികളുണ്ട്. അവർ പറഞ്ഞു മൗനമായിരിക്കും, മൗനം. ഓക്കെ, ഈ 3 പേരിൽ നിന്ന് നമ്മുടെ ഫിസിയോളജി, ഇമ്മ്യൂൺ സിസ്റ്റം, മെഡിസിൻ, നോബൽ പ്രൈസ് വിന്നേഴ്സ് 2025 ആരാണ് എന്ന് പഠിക്കാൻ പോകുന്നു. ബ്രൗൺ കൗ, റാംഡൽ ആൻഡ് മൗനമായിരിക്കൂ. ഓക്കെ, പേര് കേട്ടോളൂ. 3 സയന്റിസ്റ്റിന്റെ മെഡിസിന്റെ വിന്നേഴ്സിന്റെ പേര് പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ലായിരുന്നു അല്ലെ. വീണ്ടും വായിച്ചു പഠിക്കണം. പക്ഷെ ഇനി നോക്കൂ പേര്. ഫസ്റ്റ് വരം കൊടുക്കാനായിട്ട് വന്നത് ഇന്ദ്രഭഗവാൻ ഒരു ബ്രൗൺ കൗവിന്റെ രൂപത്തിലാണ്. പേര് നോക്കൂ, ബ്രൗൺ കൗ, മേരി ബ്രൗൺ കൗ. ഓക്കെ, എങ്ങനെയാ വന്നത്? ഫസ്റ്റ് ആരാ വന്നത്? ബ്രൗൺ കൗ അല്ലെ. അപ്പോ മെഡിസിന്റെ ഫസ്റ്റ് വിന്നർ ആരാണ്? ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പഠിക്കുന്നു, മേരി ബ്രൗൺ കൗ. പിന്നെ സെക്കൻഡ് വന്നത് ആരാ? കയ്യിൽ ഒരു ഡെല്ലിന്റെ ലാപ്ടോപ്പുമായിട്ട് അല്ലെ, ലാപ്ടോപ്പുമായിട്ട് രാം എന്ന് പറഞ്ഞു, റാംസ്ഡെൽ. സെക്കൻഡ് സയന്റിസ്റ്റ് ഈസ് റാംസ്ഡെൽ, ഫ്രെഡ് റാംസ്ഡെൽ. ഓക്കെ, അപ്പോ ആരൊക്കെയുണ്ട്? ആദ്യം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കൗ വന്നു, ബ്രൗൺ കൗ. സെക്കൻഡ് രാംസ്ഡെൽ, രാമഭഗവാൻ ഡെൽ ആയിട്ട് വന്നു, രാംസ്ഡെൽ, ഫ്രെഡ് റാംസ്ഡെൽ. 3 ആരാണ് വരുന്നത്? 3 ആരും വന്നില്ല. അഹങ്കാരം മൂത്ത് പൊട്ടിച്ചിരിച്ചപ്പോൾ അടുത്തിരുന്ന ഒരു സാധു സന്യാസി പറഞ്ഞു മൗനായിട്ടിരിക്കുക അല്ലെ. നോക്കൂ, ഷ്മോൻ അല്ലെ, ഷിമോൺ എന്ന് പറഞ്ഞാൽ ഷിമോൺ സക്കാഗുച്ചി. വീണ്ടും ജപ്പാൻ. ഓക്കെ, ഷിമോൺ സക്കാഗുച്ചി. അപ്പൊ മെഡിസിനില് ഈ പേരുകൾ കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബ്രൗൺ കൗ വരുന്നു, രാമഭഗവാനും കയ്യിൽ ഒരു ലാപ്ടോപ്പും വരുന്നു, ഡെൽ അല്ലെ. 3ാമത് മിണ്ടാതിരിക്കൂ, മൗനമായിരിക്കൂ. ഓക്കെ, ഇനി പേര് തെറ്റില്ലല്ലോ. ആരൊക്കെയാണ് 2025 ഫിസിയോളജി നോബൽ പ്രൈസ് വിന്നർ? ഫസ്റ്റ് വൺ ബ്രൗൺ കൗ, മേരി ഇ ബ്രൗൺ കൗ ഓഫ് US. സെക്കൻഡ് ഫ്രെഡ് റാംസ്ഡെൽ ഓഫ് US. 2 പേരും US. 3ാമത്തത് ഒരു ജപ്പാനാണ് അല്ലെ, ഷിമോൺ സക്കാഗുച്ചി.
അപ്പൊ നമ്മള് വളരെ വളരെ തെറ്റാൻ ചാൻസ് ഉള്ള 3 വീതം സയന്റിസ്റ്റുകള് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഫിസിയോളജി പഠിച്ചു അല്ലെ. ക്ലർക്ക് സെക്കൻഡ് നമ്മുടെ മനസ്സിലേക്ക് ഫിസിക്സിലേക്ക് വരുന്നു. ക്ലർക്ക്, മോർട്ടിനീസ്, ജോൺ ക്ലർക്ക്, ജോൺ മോർട്ടിനീസ്. തേർഡ് ആരായിരുന്നു? ദേവർ അല്ലെ. ഡെവററ്റ്. ഓക്കെ, മിഷേൽ ഡെവററ്റ്. ഇനി കെമിസ്ട്രിയിലേക്ക് വരാം. മെറ്റൽ ഫ്രെയിംവർക്ക് കണ്ടുപിടിച്ചത് റിച്ച്മാൻ ആണ്, റിച്ച്സൺ ആണ്, റിച്ചാർഡ് റോബ്സൺ. അതിലേക്ക് സുമോ ഗുസ്തിക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ബുക്കായിട്ട് വന്നു, സുസുമ കിതാഗവ. തേർഡ് ഒമർ യാഗി അല്ലെ. അപ്പൊ നമ്മൾ കെമിസ്ട്രിയും പഠിച്ചു. ഇനി ഫിസിയോളജി ഓർ മെഡിസിനിലേക്ക് വരാം. ഇമ്മ്യൂൺ സിസ്റ്റം, ഒരു സന്യാസി തപസ്സനുഷ്ഠിച്ചു, ബ്രോൺകോ വന്നു, മേരി ബ്രൺകോ ഫസ്റ്റ് സയന്റിസ്റ്റ്. പിന്നെ ആദ്യം ദേവൻ ഏത് വന്നു? ബ്രൗൺകോവിന്റെ പോലെ ബ്രൺകോ. സെക്കൻഡ് രാംസ്ഡെൽ, ഫ്രെഡ് രാംസ്ഡെൽ പൊട്ടിച്ചിരിച്ചു, ഷിമോൺ സക്കാക്കുച്ചി. 3 9 സയന്റിസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ പിക്ചറിലൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഏതൊക്കെ പഠിക്കാനുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിറ്ററേച്ചർ, പീസ് ആൻഡ് എക്കണോമിക്സ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, ബുദ്ധിമുട്ടില്ല. ഈ 3 ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന പേരുകളാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എവിടേക്ക് പോകുന്നു? ലിറ്ററേച്ചറിലേക്ക് പോകുന്നു. ലിറ്ററേച്ചറിന് വേറെ കഥയും സ്റ്റോറിയും ഒന്നുമില്ല. നമുക്ക് ഒരു കോഡ് മാത്രം, JPP എന്നാണ് കോഡ്. JPP. 3 സയന്റിസ്റ്റ് ഉണ്ട്. JPP അതായത് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഡെവലപ്മെന്റ്, അതായത് പുനരുജ്ജീവിപ്പിക്കുക അല്ലെ. അങ്ങനെയുള്ള മെത്തേഡിലൂടെയുള്ള ഗ്രോത്ത് ആണ് ഇവര് ഉദ്ദേശിച്ചത്. അതിനാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അപ്പൊ സസ്റ്റൈനബിൾ ഗ്രോത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനാണ് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നൊബേൽ പ്രൈസ്? JPP. ഓക്കെ, JPP. J ഫോർ ജോയലും പീറ്ററും ഫിലിപ്പും. ഓക്കെ, ആരാണ് കോഡ്? ജോയലും പീറ്ററും ഫിലിപ്പും. അപ്പൊ എക്കണോമിക്സിന്റെ കോഡ് വളരെ സിമ്പിൾ ആയിട്ട്, പിക്ചർ ഒന്നുമില്ല, JPP എന്നുള്ള കോഡിലൂടെ പഠിക്കുന്നു. J ഫോർ ജോയൽ, P ഫോർ ഫിലിപ്പ് ആൻഡ് അനദർ P ഫോർ ഫിലിപ്പ്. അപ്പൊ ആരാണ് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്? 3 കൂട്ടുകാർക്കാണ് JPP അല്ലെ. അവരെ JPP എന്ന് പറയുന്നു, ജോയൽ, ഫിലിപ്പ് ആൻഡ് പീറ്റർ. ഓക്കെ, അവരുടെ ഫുൾ നെയിംസ് ഒന്ന് പഠിക്കാം. ജോയൽ മോക്കിർ, ഇസ്രായേൽ ആൻഡ് US. 2 പൗരത്വം, ഇസ്രായേൽക്കാരൻ, ഇപ്പൊ US. ഓക്കെ, ജോയൽ മോക്കിർ ആൻഡ് ഫിലിപ്പ് അക്യോൺ ആൻഡ് അടുത്ത പീറ്റർ ഹോവിറ്റ്. ഓക്കെ, പീറ്റർ ഹോവിറ്റ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിന്റെ കോഡ് നമ്മൾ സിമ്പിൾ ആക്കി, ഫിഗർ ഒന്നും കൊണ്ടുവരുന്നില്ല. സസ്റ്റൈനബിൾ ഗ്രോത്ത്, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആ ഒരു ഫീൽഡിലാണ് കിട്ടിയിരിക്കുന്നത്. 3 കൂട്ടുകാർക്കാണ്. കൂട്ടുകാരെ JPP എന്നാണ് പറയാ. J ഫോർ ജോയൽ, P ഫോർ പീറ്റർ, അനദർ P ഫോർ ഫിലിപ്പ്. ഓക്കെ, ഫുൾ നെയിംസ് ജോയൽ മോക്കിർ, ഫിലിപ്പ് സക്യോൺ ആൻഡ് പീറ്റർ ഹവിറ്റ്. ഓക്കെ, ഫിലിപ്പ് അഗിയോൺ, ഫിലിപ്പ് അല്ലെ, ഫായിലാണ് തുടങ്ങുന്നത്. ആളെ നേറ്റീവ് കൺട്രി ഫ്രാൻസ് ആണ്. ആൻഡ് പീറ്റർ ഹവിറ്റ് ഓഫ് കാനഡ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് JPP? ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്യോൺ ആൻഡ് പീറ്റർ ഹവിറ്റ് ഓഫ് കാനഡ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ 4 ഫീൽഡും പഠിച്ചു. എക്കണോമിക്സിന്റെ കോഡാണ്. 3 കൂട്ടുകാര് JPP, ജോയലും പീറ്ററും ഫിലിപ്പും. ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡിലേക്ക് പോകാം. ഏതാണ്? സമാധാനം അല്ലെ, പീസ്. ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിന് ലഭിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അനുയായി പോലെയുള്ള ഒരാൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്, ട്രംപിന് ലഭിച്ചില്ല. ഓക്കെ, അപ്പൊ ആരാണ് പീസ് നൊബേൽ പ്രൈസ് വിന്നർ 2025? ആരാണ്? ഒരു ലേഡിയാണ് അല്ലെ, മരിയ കുരീന മച്ചാഡോ ഓഫ് വെനിസുല. ഓക്കെ, മരിയ കുരീന, കൊറോണ ആലോചിക്കുക, മച്ചാഡോ. അപ്പൊ അതിന് ഫിഗർ ഒന്നും കൊണ്ടുവന്നില്ല നമ്മള്, പക്ഷെ ആലോചിക്കാം. ഒരു നാട്, കൺട്രിയുടെ പേര് പറയുന്നില്ല. ആ കൺട്രിയില് ഡെമോക്രസി ആയിട്ട് പോകുന്ന, ഒരു നല്ല പീസ് ആയിട്ട് പോകുന്ന ഒരു അന്തരീക്ഷവും, അവിടേക്ക് ഒരു പട്ടാള ഭരണത്തിന്റെ മേധാവി ആ ഡെമോക്രസിയുടെ ഹെഡിനെ ആക്രമിച്ചിട്ട് പട്ടാള ഭരണം ഏറ്റെടുത്ത് ഡിക്റ്റേറ്ററായി, സ്വേച്ഛാധിപതിയായി. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ പർവേസ് മുഷറഫ് അല്ലെ, അവിടുത്തെ രാഷ്ട്രപതി പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ ഭരണം കീഴ്പ്പെടുത്തി പട്ടാള ഭരണം. അതുപോലെ
ബാൻ കി മൂൺ ഒക്കെ കേട്ടിട്ടുണ്ടായല്ലോ, സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു പട്ടാള മേധാവി ഭരണമേറ്റെടുത്തു. ഡെമോക്രസി പോയി. അവിടെ മൊത്തം നോൺ വയലൻസ് ആയി. അദ്ദേഹത്തിനെതിരെയുള്ള ആളുകളെയൊക്കെ ആൾ കൊന്നടക്കി, അല്ലെ? കൊന്നടക്കി. അപ്പോ ജനങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരെയും സപ്രസ് ചെയ്യാൻ, മറ്റുള്ള രാജ്യത്തെ മേധാവികളെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൊറോണ വൈറസിനെ കൊണ്ടുവന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാ. അപ്പൊ ആരും പുറത്തിറങ്ങാതെ ഉള്ളില് ഇരുന്നു. അപ്പൊ ഒരു ധൈര്യവതിയായിട്ടുള്ള ഒരു പെൺകൊച്ച് ഇദ്ദേഹത്തിന്റെ ക്രൂരപ്രവൃത്തികൾ കണ്ട് ഇദ്ദേഹത്തിനെതിരെ പോരാടാൻ, നോൺ വയലൻസിനെ തുരത്താൻ, ഡെമോക്രസിയെ കൊണ്ടുവരാൻ, ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാനായിട്ട് വന്നു. ഒരു വാനിലാണ് വന്നത്, വെനിസില വാനിൽ വന്നു. എന്നിട്ട് ഈ കൊറോണനെ തുരത്താനുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഈ പെൺകുട്ടിയുടെ ധൈര്യം കണ്ട് വീടിനുള്ളിൽ ഇരുന്ന ആളുകളും സപ്പോർട്ടിനായിട്ട് വന്നു. ഈ സ്വേച്ഛാധി ഭരണം അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോ നമ്മളുടെ മനസ്സിലേക്ക് പെൺകൊച്ചി വരണം. വാനിലാണ് വന്നത്, വാനിലാണ് വന്നത്. കൺട്രി ഏതാണ്? വെനിസില. ഓക്കെ, കൊറോണ വരണം. അപ്പൊ പേരെന്താണ്? മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോ ഓഫ് വെനിസില. ഒരു പിക്ചർ വഴി കാണിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു ഡിറ്റക്ടർ ഇരിക്കുന്നു, അയാൾ എല്ലാ ഭരണം ഡെമോക്രസിനെയൊക്കെ താഴ്ത്തി കെട്ടി ഭരണം ഏറ്റെടുക്കുന്നു. എല്ലാവരെയും സപ്രസ് ചെയ്യാൻ കൊറോണ വൈറസിനെ കൊണ്ടുവരുന്നു. ഇതിനെതിരെ പോരാടാൻ ഒരു വാനിൽ മാസ്ക് ഒക്കെ സാനിറ്റൈസറുമായി ഒരു പെങ്കൊച്ച് വരുന്നു. ആരാണ് പെങ്കൊച്ച്? മരിയ കൊറീന മച്ചാഡോ ഓഫ് വാനിൽ വരുന്നു, വെനിസിലക്കാരി. അപ്പൊ നമ്മള് പീസിന്റെ നൊബേൽ പ്രൈസ് വിന്നർ 2025 ആരാണ്? മരിയ കൊറീന മച്ചാഡോ ഓഫ് വെനിസില. മറക്കില്ലല്ലോ, മരിയ കൊറീന മച്ചാഡോ ഓഫ് വെനിസില. ഓക്കെ, fought for democracy, human rights through non violence. നോൺ വയലൻസിലൂടെ എന്തുകൊണ്ടുവരാ? ഡെമോക്രസി കൊണ്ടുവരാ. അപ്പൊ ഡിക്റ്റേറ്ററിനെതിരെ, ആ സ്വേച്ഛാധിപതിക്കെതിരെ ഒരു പെങ്കൊച്ചു വന്നു, കൊറോണനെ തുരത്ത്. ഓക്കെ അല്ലെ, വാനിലാണ് വന്നത്. ആരാണ്? മരിയ കൊറീന മച്ചാഡോ ഓഫ് വെനിസില ഈസ് ദ നൊബേൽ പ്രൈസ് വിന്നർ ഓഫ് പീസ് 2025. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡിലേക്ക് പോകാം അല്ലെ. ഏതാണ്? ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത്? ലാസ്ലോ ക്രാസ്നഹോർക്കായി. ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കായി. ഓക്കെ, ഇതും ഒരു ഫിഗറിലൂടെ കാണിക്കേണ്ടതാണ്. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്റ്റോറിയിലൂടെ പറയാം. ഓക്കെ, അതായത് ഒരു ലിറ്ററേച്ചർ റൈറ്റിംഗ് കോമ്പറ്റീഷൻ നടന്നു. അതിലെ വിന്നറിന്റെ നൊബേൽ പ്രൈസ് ലഭിക്കുക. അപ്പൊ കുറേ അധികം ആളുകൾ ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കോമ്പറ്റീഷൻ ആരംഭിച്ചു. ലൈവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. എല്ലാവരും എഴുതി സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. പക്ഷെ ഒരാളെ മാത്രം ഭയങ്കര ലേസി ആയിട്ട്, സ്ലോ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടി ഇരുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അവസാനിച്ച സമയത്ത് അയാൾ നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഘാടകർ വന്നിട്ട് നിർത്താൻ പറഞ്ഞു, നിർത്തുന്നില്ല. അപ്പൊ അയാളുടെ റൈറ്റിങ്സ് പേപ്പർ എടുത്ത് നോക്കിയപ്പോ ഞെട്ടിപ്പോയി. നിർത്താത്ത സെന്റൻസുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസസ്, അതായത് വേർഡ്സിനോടുള്ള ഒരു ഹംഗ്രിയാണ് കാണിക്കുന്നത് അയാളുടെ. അപ്പൊ അയാളെ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അതിലൊരു ക്രോസ് ഇട്ടു. നിങ്ങളുടെ പേപ്പർ വേണ്ട എന്ന് ഒരു ക്രോസ് ചെയ്തു. ഓക്കെ, എന്നാലും ആ പേപ്പർ മേടിച്ചുകൊണ്ടായി. പക്ഷെ നൊബേൽ പ്രൈസ് പുരസ്കാരം നോക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വേർഡ്സ് കൊണ്ട് വണ്ടർ അടിച്ചു. എന്ത് വേർഡ്സ് ആണിത്, എന്ത് റൈറ്റിങ്സ് ആണിത്? നൊബേൽ പ്രൈസ് കൊടുത്തു. ഓക്കെ, അപ്പൊ ലേസി ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, വേർഡ്സിനോട് ഹംഗ്രി ഉള്ള ഒരാൾ അല്ലെ. അപ്പൊ അതിൽ നിന്ന് പേര് പഠിക്കാം. ലേസി ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, വേർഡ്സിനോട് ഹംഗ്രി ഉള്ള ആള് അല്ലെ. നോക്കാ, നൊബേൽ പ്രൈസ് വിന്നർ 2025 ഫോർ ലിറ്ററേച്ചർ ഈസ് ലേസി ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, അയാളെ റൈറ്റിംഗ് കണ്ടപ്പോ ക്രോസ് ചെയ്തു അല്ലെ, ക്രോസ് നഹോർക്കായി അല്ലെ. അദ്ദേഹത്തിന്റെ ക്വസ്റ്റ് ഫോർ അല്ലെങ്കിൽ ഹംഗ്രി ഫോർ വേർഡ്സ് ആണ്. അദ്ദേഹത്തിന്റെ നേറ്റീവ് കൺട്രി ഏതാണ്? ഹംഗറിയാണ് നേറ്റീവ് കൺട്രി. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ലിറ്ററേച്ചറിന്റെ നോബൽ പ്രൈസ് വിന്നർ 2025 ആരാണ്? ലാസ്ലോ ക്രോസ്നഹോർക്കായി. ലാസ്ലോ ക്രോസ്നഹോർക്കായി ഓഫ് ആരാണ്? ഹംഗറിയാണ് അല്ലെ. അപ്പൊ നമ്മളുടെ എല്ലാ നൊബേൽ പ്രൈസ് വിന്നേഴ്സും 2025 നമ്മൾ പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഈ ക്ലാസ് ഫുള്ള് കാണൂ. ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഒന്ന് വർക്ക് ചെയ്യൂ. ഒരിക്കലും നമ്മൾ 2025 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് മറക്കില്ല, ഷുവർ ആണ്. ഈ ക്ലാസ് ഫുള്ള് കാണൂ. വീണ്ടും
ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് റീകോൾ ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരൂ. ആ ഫിഗറിനെ കൊണ്ടുവരൂ. നമ്മുടെ സയന്റിസ്റ്റുകളും നമ്മുടെ കണ്ടുപിടുത്തങ്ങളും നേറ്റീവ് കൺട്രി എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും. നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല. വീണ്ടും പഠിക്കുമ്പോൾ മറന്നു പോകാനുള്ള ചാൻസും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ നൊബേൽ പ്രൈസ് വിന്നർ ഫിസിക്സ് ക്ലർക്ക് അല്ലെ, മോർട്ടിൻ ഈസ് ദേവറിറ്റ്. കെമിസ്ട്രി മെറ്റൽ ഫ്രെയിംവർക്സ് വിച്ച് സൺ ആണ്? റിച്ചാർഡ് റോബ്സൺ. റിച്ചാർഡ് റോബ്സൺ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആ ഫ്രെയിംവർക്കിലേക്ക് ബുക്ക് വെക്കാൻ സുസുമോ കിതാഗവ ഓഫ് ജപ്പാൻ വന്നു. സക്സസ് ആയില്ല. പിന്നീട് ഓമും ഗീയും കൊണ്ട് ഒമറിയാഗി വന്നു. സക്സസ് ആയില്ല. വേറൊരു സയന്റിസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ സക്സസ് ആയി. ഏതൊക്കെയാ സയന്റിസ്റ്റ് ഫോർ കെമിസ്ട്രി നൊബേൽ പ്രൈസ് വിന്നർ? റിച്ചാർഡ് റോബ്സൺ, സുസുമോ കിതാഗവ, തേർഡ് ഒമറിയാഗി. കെമിസ്ട്രി ഈസ് ഓവർ. തേർഡ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരാ. കൊറോണ വന്നു, ഇമ്മ്യൂൺ സിസ്റ്റം തപസ് അനുഷ്ഠിച്ചു. കഠിന തപസ്സില് സംപ്രീതനായിട്ട് ദേവൻ ബ്രങ്കോ വന്നു. ദെൻ വീണ്ടും കഠിന തപസ് അനുഷ്ഠിച്ചു അല്ലെ. അപ്പൊ എന്താണ്? ആരാ വന്നത്? ഫ്രെഡ് രാമഭഗവാൻ. റാംസ് കയ്യില് ഡെല്ലും കൊണ്ട്. ഫ്രെഡ് റാംസ് ഡെൽ. ഇനി എന്താണ്? അഹങ്കാരം മൂത്ത് പൊട്ടിച്ചിരിച്ചു. മൗനമായിരിക്കാൻ പറഞ്ഞു ഷിമോൺ അല്ലെ, സക്കാകുച്ചി ഓഫ് ജപ്പാൻ. 3 സയന്റിസ്റ്റ് കഴിഞ്ഞു. പിന്നെ എക്കണോമിക്സ് JPP, ജോയലും പീറ്ററും ഫിലിപ്പും. എക്കണോമിക്സ് കഴിഞ്ഞു. ലിറ്ററേച്ചർ എന്താ? ലേസി സ്ലോ ക്രോസ്, ലാസ്ലോ ക്രോസ് നഹോർക്കായി അല്ലെ. ഹംഗറി ഫോർ വേർഡ്സ് ആണ് കൺട്രി ഹംഗറി. ഇനി പീസിലേക്ക് വന്നു. ഒരു പെങ്കൊച്ചാണ്, വേനൽ വന്ന പെങ്കൊച്ചാണ് കൊറോണനെ തുരത്താൻ അല്ലെ. എന്താണ് പേര്? പീസ്. മരിയ കൊറീന മച്ചാഡോ ഓഫ് വെനിസ്ല. എല്ലാ നോബൽ പ്രൈസ് വിന്നേഴ്സും ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ 2025 നോബൽ പ്രൈസ് വിന്നേഴ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾസിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു ലൈറ്റർ.